ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. ഇത് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റുന്ന കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ ഉള്ളി എടുത്തു, കുറച്ച് ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ കാലിൻ്റെ പീസാണ് കേട്ടോ ഇതുള്ളത്. അപ്പം നിങ്ങളെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസാണ് കേട്ടോ എടുത്തുള്ളത്. അതും പിന്നെ കുറച്ച് പച്ചക്കോണല്ലേ നമ്മൾ വാങ്ങാൻ കിട്ടുന്നത്, അത് ആണ് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഫ്രീസറിലുള്ളതല്ല വാങ്ങിയത്, സാധാ കോണ് വാങ്ങി അതിൽ അടർത്തി എടുത്തതാണ് കേട്ടോ ഇത് ചോളം. പിന്നെ നമുക്കിതിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഞാൻ ഫസ്റ്റ് വെള്ളം വെച്ച സമയത്ത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് ചിക്കൻ വരുന്ന സമയത്ത് ഒരുപാട് വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് വെള്ളം പോകുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. സാധാരണ കുക്കറിൽ കുക്ക് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം സൂപ്പ് ആകുമ്പോൾ. വലിയൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളത്തിലോട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഇടേണ്ടത്. പിന്നെ നമ്മൾ ചെറിയ ജീരകവും ഉപ്പുമാണ് ഇട്ടെടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ശരിക്കും ഇടണ്ട എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മഞ്ഞൾപ്പൊടി ഇട്ടാൽ ലൈറ്റ് ഒരു മഞ്ഞ കളർ ഉണ്ടാകും. കാരണം സാധാരണ സൂപ്പ് നമ്മൾ നോക്കുമ്പോൾ ഒരു വെള്ള കളറാണല്ലോ ഉണ്ടാവാറ്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ശരിക്കും ഒരു സ്പൂണൊക്കെ നമുക്ക് മതി. ഞാൻ എടുത്തത് കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു. പിന്നെ ഞാനിത് വെള്ളവും കുറച്ച് കുറവായിരുന്നു, ചിക്കൻ ഒരുപാടായിപ്പോയി. അപ്പം കുറച്ച് വെള്ളം നീട്ടിയതിന് ശേഷം ഒക്കെ ഓക്കെ ആക്കി എടുത്തതാണ്. കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചാൽ മതി, കാരണം അത്രയ്ക്ക് ലൂസാണെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കുറച്ച് കലക്കി ഒഴിച്ചിട്ട് ടൈറ്റാക്കി എടുത്താൽ മതിയല്ലോ. ഒരു സ്പൂണ് മാത്രം മതിയാവും. പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ പൊടിയും വെളുത്തുള്ളിൻ്റെ പൊടിയുമാണ് കേട്ടോ. കുരുമുളക് ഞാൻ ഫസ്റ്റ് ഇടാൻ മറന്നുപോയിട്ടുണ്ട്, പിന്നെ ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. പച്ചവെള്ളം പറന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൊടി നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഇത്രക്കൊന്നുമുള്ള ആവശ്യമില്ല കേട്ടോ. സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കലക്കി കൊടുക്കുന്നത്, കാരണം അടിയിൽ കട്ട പോലെയൊന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് കസൂരിമേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അതായത് ഉലുവൻ്റെ ഇലയല്ലേ അത് കേട്ടോ. കസൂരിമേത്തി എന്ന് പറയും, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇടാം. അതിനൊരു പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഡെക്കറേഷന് കൊടുക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ചിലവിലൊക്കെ ഇതിൽ നമ്മളെ സാധനങ്ങൾ ഉള്ളതിനനുസരിച്ച് ഉള്ളിത്തണ്ട്, ഗ്രീൻ ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ. വെജിറ്റബിളൊക്കെ ക്യാരറ്റ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ ഒന്നും ഇടുന്നില്ല. ചിക്കൻ വേവിച്ച് അതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ചിക്കൻ്റെ ഇത് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ മാത്രമാക്കിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, ഇറച്ചി മാത്രം. പിന്നെ നമ്മളത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചിക്കന് കുറച്ച് കൂടിപ്പോയിട്ടോ, അപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കുക്കറിൽ വേവിച്ചതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് തന്നെ എടുത്ത് ചിക്കന്, കാരണം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വീണ്ടും ഒരു ദിവസം സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ എന്ന് കരുതി. കാരണം ഓവറായിട്ട് കൂടുതലും വെള്ളമാണല്ലോ വേണ്ടത്, കുറച്ച് ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ സൂപ്പിൽ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഒരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സൂപ്പിലോട്ട് നമ്മളെ ഇഞ്ചിൻ്റെ പൊടിയും വെളുത്തുള്ളിൻ്റെ പൊടിയും അത് ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ ഓരോരോ സ്പൂണാണ് എടുത്തത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിച്ചപ്പും കസൂരിമേറ്റിയും അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ ശേഷം ഞാൻ കലക്കി വെച്ചിന് കോൺഫ്ലവറിൻ്റെ പൗഡറും ഇട്ടുകൊടുത്തു. കോൺഫ്ലവറിൻ്റെ പൗഡർ കുറച്ച് ഇട്ടുകൊടുത്തത് കുറച്ച് കൂടിപ്പോയി, നല്ല കുറുകിയാണ് കേട്ടോ വന്നുള്ളത്. ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു, കാരണം ഞാൻ ചിക്കനൊക്കെ ഉള്ളതിൻ്റെ അളവ് അനുസരിച്ച് അതിനെടുത്തത്. പക്ഷേ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ പുറത്തൊക്കെ വിസിലടിച്ചിട്ട് വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുക്കറല്ലാത്തൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഇട്ടത്. ഞാൻ കുറച്ച് വെള്ളം നീട്ടിയിട്ട് പാകത്തിനൊരു ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളർ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായിരിക്കും കേട്ടോ. എന്തെങ്കിലും ചിക്കനിലൊക്കെ ഉള്ള കേടുകളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടത്.